സമൂസ നമ്മൾ പല തരത്തിലുണ്ടാക്കും, പല ഫില്ലിംഗ് വെച്ചിട്ടുണ്ടാക്കും. ഇറച്ചി വെച്ചിട്ട്, മീൻ വെച്ചിട്ട്, വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കോൺ ആൻഡ് ചീസ് സമൂസയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ആദ്യം നമുക്ക് ഈ സമൂസയുടെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടാം. ഒരു സവാള, ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ചെറിയ പച്ചമുളകാണ്, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഒട്ടും മസാലകളൊന്നും ഇടാത്ത ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഇപ്പം സവാള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ബേബി കോൺ ആണ് ഒരു 3 എണ്ണം വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക ചെറിയ ഫ്ലെയിമിൽ. ഇപ്പം ഇവിടെ ബേബി കോൺ കുക്കായിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു ബൈറ്റ് ഉണ്ട്, ആ രീതിയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒത്തിരി സോഫ്റ്റ് ആയി പോകരുത്. ഇതിലേക്ക് ഫ്രോസൺ കോൺ ആണ് ഇനി ഇടാൻ പോകുന്നത്. 1 കപ്പ് ഫ്രോസൺ കോൺ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്, അമേരിക്കൻ സ്വീറ്റ് കോൺ ആണ്. അതിന് പകരം നമുക്ക് ഫുള്ളായിട്ട് കിട്ടും, കോണായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കട്ട് ചെയ്ത് അതിൻ്റെ കോൺ കേണൽസ് തന്നെ ഇട്ടിട്ടാലും മതി. മൊത്തം 1 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ നിറച്ചെടുത്തു. ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആക്കി എടുക്കാം. ഫ്രോസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് കോണിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരും, അത് മൊത്തം ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോണും കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർക്കാം. ഈ മിക്സ്ചർ കൂളാവാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കോണിൻ്റെ ഫില്ലിംഗ് കൂളാവാനായിട്ട് വെക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ചീസൊക്കെ ഇനി ഇടാനായിട്ടുണ്ട്, അത് പിന്നീട് ഇടാം. ഈ സമയം കൊണ്ട് നമുക്കൊരു സ്ലറി ഉണ്ടാക്കണം. അതായത് നമ്മുടെ മൈദയും ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ഉണ്ടാക്കണം. ഇത് നമ്മുടെ സമൂസ ഷീറ്റ് ഒട്ടിക്കാനായിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചേക്കുന്നത്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കുക. ഈ ഒരു അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പശ പോലെ മൈദയുടെ സ്ലറി മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. നമ്മളിവിടെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോണും ഒക്കെ വെച്ചിട്ട്. ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന 2 ക്യൂബ് പ്രോസസ് ചീസാണ്, ഏകദേശം 40 ഗ്രാം. ഒരു 2 ടേബിൾ സ്പൂൺ മോസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട്. പ്രോസസ് ചീസിൽ നമുക്ക് ഫ്ലേവർ കിട്ടും. മോസറല്ല ഇടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വലിച്ചിൽ കിട്ടും, സ്ട്രെച്ചിനെസ് കിട്ടും. പ്രോസസ് ചീസോ ചെഡാ ചീസോ ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്, നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, സമൂസ ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഒരു പ്രാവശ്യം സമൂസയുടെ ലീഫ് ഉണ്ടാക്കുന്നത് കാണിക്കാം. സമൂസ ഷീറ്റ് ഇതേപോലെ കോണാക്കി വെക്കുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്യാം. റൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഫില്ലിംഗ് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് കൊടുക്കുക. കൊടുത്ത ശേഷം ഇതേപോലെ മടക്കുക. ഇവിടെയും
പേസ്റ്റ് അപ്ലൈ ചെയ്യുക. എക്സസ് ഉള്ളത് വേണേൽ കട്ട് ചെയ്ത് കളയാം, അല്ല ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചാലും മതി. സമൂസയുടെ ഒരു സമൂസ ഉണ്ടാക്കി. ഇതേപോലെ അടുത്തതും ചെയ്യാം. കോണായിട്ട് ഉണ്ടാക്കുക. ഈ കോർണേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കണം, ഗ്യാപ്പില്ലാണ്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ഈ എക്സസ് കട്ട് ചെയ്ത് കളയാം, നീറ്റായിട്ട് കിട്ടണമെങ്കിൽ. ഒരെണ്ണം അങ്ങനെ കാണിച്ചു തരാം. എക്സസ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ചെയ്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ ഇച്ചിരി നീറ്റായിരിക്കും, കാണുമ്പോൾ നല്ല നീറ്റായിരിക്കും. അതേപോലെ ബാക്കി കൂടെ ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്ത് കളയാതാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇത് കവർ ചെയ്ത് വെക്കണം. നന്ന തുണിയുടെ ഇട്ട് കവർ ചെയ്ത് വെക്കുക, അല്ല പെട്ടെന്ന് ഷീറ്റ് ഡ്രൈ ആയിപ്പോൾ. ഈ കോർണേഴ്സ് എല്ലാം അടഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിന് എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. ഇതേപോലെ ബാക്കിയുള്ള ഷീറ്റ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുക. കോൺ ആൻഡ് ചീസ് ഫില്ലിംഗ് നമ്മൾ സമൂസയിലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അളവിൽ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 തൊട്ട് 13 നമ്പേഴ്സ് വരെ കിട്ടും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വലിയ സമൂസയായിട്ട് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി. ചെറുതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് നമ്പർ കിട്ടും, 10, 24 എണ്ണോ 25 എണ്ണോ ഒക്കെ കിട്ടും. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയൊരു കടായി ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് നമ്പേഴ്സ് ഇടുന്നുള്ളൂ, 3 എണ്ണമൊക്കെ ഇടുന്നുള്ളൂ. ഇത് ഓൾറെഡി എൻ്റെ എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ബ്രൗണിങ് മതി. ഇവിടെ തീ കുറച്ചിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ആ രീതിയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. തീ കുറച്ചിട്ടാൽ ഒരുപാട് എണ്ണ കുടിക്കും, അത് അവോയ്ഡ് ചെയ്യുക. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള സമൂസയെ ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കഴിക്കുന്ന സമൂസ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. പുറം നല്ല ക്രിസ്പാണ്, അകത്തെ ടെക്സ്ചർ ഉണ്ട്, കോണെല്ലാം ആയിട്ട് ചീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും.
ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയണൈസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസായിട്ട് സ്റ്റേ ട്യൂൺഡ് മൈ മാസ് കുക്കിംഗ് ക്ലാസ്.